സങ്കീർത്തനം 142 ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, അവന് ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന എന്ന എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പം ദാവീദ് രാജാവ് അല്ലെങ്കിൽ അഭിഷിക്തൻ, കർത്താവിൻ്റെ അഭിഷിക്തൻ തൻ്റെ ശത്രുവിനെ പേടിച്ച് താൻ പ്രാണഭയത്തിൽ ഓടി ഒരു ഗുഹയിൽ ചെന്ന് അഭയം പ്രാപിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ സ്തോത്രം താൻ പാടിയ ഒരു സങ്കീർത്തനമാണിത്. സ്തോത്രം. നമുക്കറിയാം 1 ശമൂവേൽ 24 അധ്യായത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ശൗല് ദാവീദിനെ പിൻചെല്ലുന്നു. അപ്പോൾ അവിടെ 3000 പേരെയും കൊണ്ട് ശൗല് 3000 പേരെയും കൊണ്ട് ദാവീദിൻ്റെ പിന്നാലെ ചെല്ലുകയാണ്. അപ്പോൾ അതിൻ്റെ 24-ന്റെ 3-ാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു, ശൗൽ കാൽമടക്കത്തിന് അതിൽ കടന്നു, എന്നാൽ ദാവീദും അവൻ്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. അപ്പം ദാവീദ് ആ ഗുഹയ്ക്കകത്തുണ്ട്, ഇവർ കാൽമടക്കത്തിന്. അപ്പം ഒരുപാട് ഹൈറ്റൊന്നും കാണത്തില്ല. അവർ അങ്ങനെ ഈ ശൗൽ അതിൻ്റെ അകത്തേക്ക് കയറി. എന്നാൽ ദാവീദിൻ്റെ ഭൃത്യന്മാർ പറയുന്നുണ്ട്, ശൗലിനെ നമുക്ക് കൊന്നുകളയാം, ഇപ്പോൾ നല്ല പരുവത്തിന് കിട്ടിയിരിക്കുകയാണ്, ഇനിയും ജീവനോടെ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇനിയിപ്പം ഒത്തിരി ആയല്ലോ ഇദ്ദേഹത്തെ ഇട്ട് പിടിക്കുന്നു, കൊന്നുകളയാന്ന് പറയും. എന്നാൽ ദാവീദിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, യഹോവയുടെ അഭിഷിക്തനെ ഞാൻ തൊടുകയില്ല എന്നൊരു കാഴ്ചപ്പാട് ദാവീദിനുണ്ടായിരുന്നു. അതിനാൽ ദാവീദ് എന്ത് പറഞ്ഞു? ഇതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ്റെ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തൻ്റെ ആളുകളെ ശാസിച്ച് അമർത്തി. അപ്പം ദാവീദ് തൻ്റെ ആൾക്കാരെ ശാസിക്കുകയാണ്, യഹോവയുടെ അഭിഷിക്തനെ നമ്മൾ ഒന്നും ചെയ്യരുത്. താൻ ഒരിക്കൽ അഭിഷിക്തനായിരുന്നു, എന്നാൽ തനിക്ക് അഭിഷേകമൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുക. എങ്കിലും ദാവീദ് എന്താണ്, ഈ ശൗലിനെ കൊല്ലുവാൻ കൈ ഓങ്ങുന്നില്ല എന്നുള്ള കാര്യമാണ്. സ്തോത്രം. അപ്പം അങ്ങനെയുള്ള പ്രാണഭയത്തിലൊക്കെ ഈ അധ്യായം വായിച്ച് നമുക്ക് ആ സങ്കീർത്തനത്തെ പറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ദാവീദ് പ്രാണഭയത്തിലായിരുന്ന സമയത്താണ് ഈ സങ്കീർത്തനം എഴുതിയത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മളും ദൈവത്തെ വിളിക്കുമ്പോൾ എപ്പോഴും മൗനമായും ദൈവത്തെ വിളിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉറക്കെ വിളിക്കേണ്ടപ്പം ഉറക്കെ തന്നെ വിളിക്കണം. നമുക്കറിയാം, നമ്മുടെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ 81-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കും. അപ്പം നമ്മുടെ വായ എന്ത് ചെയ്യണം? വിസ്താരത്തിൽ തുറക്കേണ്ട സ്ഥലത്ത് നമ്മൾ വിസ്താരത്തിൽ തുറക്കണം. നമുക്ക് പലപ്പോഴും അതിന് കഴിയുന്നില്ല. നമുക്കൊരു സഭാരാധനയായി കൂടി വരുമ്പോൾ പോലും നമുക്ക് നമ്മുടെ വായ ഒന്ന് വിസ്താരത്തിൽ തുറക്കാൻ കഴിയുന്നില്ല. ഓക്കെ, നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ നമുക്ക് കഴിയുന്നില്ല, ഓക്കെ, സമ്മതിക്കുന്നു. എന്നാൽ നമ്മൾ ആലയത്തിൽ കടന്നു വരുമ്പോൾ എന്തായിരിക്കണം? നമ്മളൊരു സഭയായി നമ്മളൊരു കൂട്ടമായിട്ട് ചേർന്നിരുന്ന് ആരാധിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കണം എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ നമ്മുടെ വായ വിസ്താരത്തിൽ തുറക്കണം. അപ്പോൾ ഇവിടെ ദാവീദ് പറയുന്നത്, ഉറക്കെ നിലവിളിക്കുന്നു, ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. കാരണം ഒരു മനുഷ്യന് സഹായിപ്പാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ എന്താ, അറിയാതെ താൻ വിളിച്ചു പോകും എന്നുള്ള സാഹചര്യമാണ്. സ്തോത്രം. പറയുകയാണ്, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. അപ്പം ദാവീദ് അനുഭവിക്കുന്ന കഷ്ടതകളുണ്ട്. ചിലപ്പം സാമ്പത്തികമായി താനും തൻ്റെ കൂടെയുള്ള ആൾക്കാരുമുണ്ട്. അവരുടെ കാര്യം ആരാണ്? ഈ ആരെ പിൻപറ്റി അവരാണ് നോക്കേണ്ടത്. സ്തോത്രം. ദാവീദിന് ചിലപ്പോൾ അവൻ്റെ കൂടെയുള്ള ആൾക്കാർ നോക്കണം. ചിലപ്പോൾ അവർക്ക് ആഹാരമില്ലായിരിക്കും, ചിലപ്പം പലവിധമായ ബുദ്ധിമുട്ടുകൾ അവരുടെ ആ യാത്രയിൽ കാണും. അപ്പം ദാവീദ് പറയാം, എൻ്റെ കഷ്ടത ഞാൻ ദൈവത്തോട് ബോധിപ്പിക്കുന്നു. സ്തോത്രം. 3-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ വിഷാദിച്ചിരിക്കുന്നു. സ്തോത്രം. ദാവീദ് പറയുകയാണ്, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ വിഷാദിച്ച് ഇരിക്കുന്നു എന്ന് പറയുകയാണ്. സ്തോത്രം. അത് ഏറെ തകർന്നവനായി താനായിരിക്കുന്നു. 51-17 സങ്കീർത്തനം 51-17 ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വചനം ഈ 51-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഹന്യാഗങ്ങൾ എന്ന് പറയുന്നത് തകർന്നിരിക്കുന്ന മനസ്സാണ്, തകർന്നു നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ സാഹചര്യങ്ങളിൽ തകർന്നിരിക്കുന്നു, നുറുങ്ങിയിരിക്കുന്നു, ആ സാഹചര്യങ്ങളിൽ ആ വ്യക്തി ദൈവത്തോട് നിലവിളിച്ചാൽ, ജീവനുള്ള ദൈവത്തോട് നിലവിളിച്ചാൽ, സ്തോത്രം, എന്താണ്, ദൈവം നമ്മളെ ആ സാഹചര്യങ്ങളിൽ ദൈവം അകന്നിരിക്കത്തില്ല. നമുക്ക് നേരത്തെ നമ്മൾ എല്ലാവർക്കും അറിയാം, ആഗാർ തൻ്റെ ആ
ആരും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു? ആകാറിന് ദൈവം ഇറങ്ങിച്ചെന്ന് ഇന്നും നിലയ്ക്കാത്ത ഉറവ അന്ന് തുറന്നു കൊടുത്തു. സ്വന്തം ദൈവം അങ്ങനെ കരുതുന്നൊരു ദൈവമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. സ്വത്രം. ഈ 3-ാം ഭാഗത്തിൽ തന്നെ പറയുന്നു, നീ എൻ്റെ പാതയെ അറിയുന്നു, ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്കൊരു കെണി ഒളിച്ചു വെച്ചിരിക്കുന്നു. അപ്പം ശത്രു ചെയ്യുന്ന എന്താണ്? പാതയിൽ നമ്മൾ പോലും അറിയാതെ കെണികൾ ഒരുക്കി വെക്കും. സ്വത്രം. നാം ഇതറിയാതെ എന്ത് സംഭവിക്കും? നാം ഈ കെണിയിൽ ചെന്ന് ചാടുവാനിടയാകും. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ ഗിബയോനിയർ എന്ന് പറയുന്ന ആൾക്കാർ ഇവരുടെ അടുത്ത് ചെല്ലുകയാണ്. ഇവർ വളരെ നാടകം കളിച്ച് ഇവരുടെ അടുത്ത് ചെല്ലുന്നത്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് പൂത്ത റൊട്ടിയും അങ്ങനെയൊക്കെ കൊണ്ട് ഇവരുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. ഈ ഗിബയോനിയർ ചെന്നിട്ട് ഇവർ പറയുകയാണ്, ഞങ്ങൾ ഏറെ ദൂരം പിന്നിട്ട് കടന്നു വരികയാണ്, നിങ്ങൾ ഞങ്ങളെ ചേർത്ത് കൊള്ളണമെന്ന്. യോശുവയായിരുന്നു അന്നത്തെ, മോശയുടെ കാലം കഴിഞ്ഞ് യോശുവയായിരുന്നു ആ സമയത്ത്. യോശുവ എന്ത് ചെയ്തു? ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഈ ഗിബയോനിയരെ കൈക്കൊണ്ടു. പിന്നത്തേതിൽ ഇവർ ഈ കനാനിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഈ ഗിബയോനിയർ ഈ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ പാർക്കുകയാണ്. സ്വതന്ത്രം. ഒന്നാലോചിച്ച് നോക്കി, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ മധ്യത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ഗിബയോനിയർ വസിക്കുക. സ്വതന്ത്രം. അപ്പോൾ ഇതാ ഈ ശത്രു ഒരുക്കുന്ന കെണി എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുവാൻ ശ്രമിക്കും. സ്വതന്ത്രം. പിന്നത്തേതിൽ ശൗല് രാജാവായി. ശൗല് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായപ്പോൾ ശൗൽ എന്ത് ചെയ്യുന്നത്? ശൗല് ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോർത്തിളപ്പിൽ അദ്ദേഹം ചെന്ന് ഗിബയോനിയരെ കുറച്ച് പേരെ പിടിച്ചങ്ങ് കൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ വരികയാണ്. പിന്നെ അവർ പ്രവാചകനോടൊക്കെ ദൂത് അന്വേഷിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഈ ഗിബയോനിയരെ കൊന്നതുകൊണ്ടാണ് ഈ കോപം, ദൈവകോപം ഞങ്ങളുടെ മേൽ വന്നത് എന്ന് മനസ്സിലാകും. പിന്നത്തേതിൽ നിങ്ങൾക്കറിയാവും, ശൗലിൻ്റെ 7 മക്കളെ ഇതിനെ പ്രതികാരമായിട്ട് കൊല്ലുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. സ്വത്രം. എവിടെ തെറ്റ് പറ്റിയത്? ഈ യോശുവ ഒരാലോചന ദൈവത്തോട് ചോദിക്കുന്നതിൽ വൈകിപ്പോയി. അല്ലെങ്കിൽ യോശുവ ഇവരെ അങ്ങ് വിശ്വസിച്ചു. അപ്പോൾ ഈ ശത്രുവിൻ്റെ ഈ കെണികളെ, ഈ ശത്രു വിരിച്ചിരുന്ന കെണിയെ അല്ലെങ്കിൽ വലയെ ഈ യോശുവയ്ക്കോ കൂടെയുള്ളവർക്കോ അല്ലെങ്കിൽ കൂടെയുള്ള മൂപ്പന്മാർക്കോ അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. സ്വത്രം. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് കേട്ട് തീരുമാനം എടുക്കണം. സ്വത്രം. അത് നമുക്ക് തോന്നും, ഒരുപക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നൊക്കെ തോന്നിയാൽ ഞാൻ നിശ്ചയമായിട്ടും പറയാൻ ദൈവം നമ്മളോട് സംസാരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. അത് എങ്ങനെ സംസാരിക്കുന്ന വെച്ചാൽ, ഒരുപക്ഷെ നമ്മളൊരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ കേൾക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ജോലിയോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, ഒരു പാസ്റ്ററിൻ്റെ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. ഈ പാസ്റ്റർ ക്യാൻസർ പേഷ്യൻ്റ് ഇടയ്ക്ക് എന്നിട്ടാണ് എല്ലാ ഹോസ്പിറ്റലിലും പോയി ഇദ്ദേഹം സുവിശേഷം അറിയിക്കും. അപ്പോൾ ഈ താൻ ഹോസ്പിറ്റലിൽ ചെന്ന ആദ്യം ഓങ്കോളജി വാർഡിൽ പോയി ക്യാൻസർ പേഷ്യൻ്റ് അടുത്താണ് സുവിശേഷം അറിയിക്കുന്നത്. പിന്നെ മുമ്പോട്ട് പോകെ ഇദ്ദേഹത്തിന് പെട്ടെന്ന് വെയിറ്റ് കുറയാൻ തുടങ്ങി. പെട്ടെന്ന് 45 കിലോ വെയിറ്റിലായി. സ്കൂട്ടറൊക്കെ ഓടിക്കാൻ പറ്റാതായി. അങ്ങനെ ആയപ്പോൾ ഇദ്ദേഹം ഡോക്ടറെ ചെന്ന് കണ്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ക്യാൻസറാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം കീമോ 25 കീമോ പറഞ്ഞിരിക്കുക. കീമോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം എല്ലും ദൂരമായി ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കിടന്ന വ്യക്തി ഒരു ദിവസം മരിച്ചു. അദ്ദേഹം കീമോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയ പോക്കിന് ആ കൊണ്ടുപോകുന്ന വ്യക്തി ഇദ്ദേഹത്തെ തുറച്ചു നോക്കി. അപ്പം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു, അടുത്തത് ഞാനാണ് എന്നാണ് അവൻ്റെ ആ നോട്ടത്തിൻ്റെ അർത്ഥം. തൊട്ടടുത്ത ദിവസം തൻ്റെ വലതുവശത്ത് കിടന്ന വ്യക്തിയും മരിച്ചു. ആ വ്യക്തിയെ എടുത്തുകൊണ്ട് പോയപ്പോഴും ഈ കൊണ്ടുപോയ വ്യക്തി ഇദ്ദേഹത്തെ തുറച്ചു നോക്കി. സൂത്രം. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എല്ലാം അറ്റുപോയി. അപ്പോൾ ഇദ്ദേഹം വർഷങ്ങളായിട്ട് പാസ്റ്ററായിരുന്നു. തൻ്റെ വിശ്വാസത്തിൻ്റെ ആ ശോധനയുടെ ആ സമയത്ത് താൻ്റെ വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ താനിങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഒരു കൊതുക് വന്ന് കുത്തുന്നു. അപ്പോൾ ഈ കൊതുക് കുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇദ്ദേഹം ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒരു ചോദ്യം വരികയാണ്, ചത്ത ശവത്തെ കൊതുക് കുത്തുമോ? അപ്പോൾ ഇദ്ദേഹം മനസ്സിൽ പറയുക, ഇല്ല, ചത്ത ശവത്തെ കൊതുക് കുത്തത്തില്ല. അപ്പം നീ ഇപ്പം ജീവനോടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ ജീവനോടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു സ്വരം അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്, ഒരു സ്വരം ഇദ്ദേഹം ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ കേൾക്കുകയാണ്. ആദ്യമായിട്ട് അദ്ദേഹം കേൾക്കുന്നത്, അന്നേരമാണ് കേൾക്കുന്നത്. ആ കേട്ട സ്വരം ഇതായിരുന്നു 91-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമായിരുന്നു, നിന്റെ ഒരു വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല. അപ്പോൾ താൻ ആരായിരുന്നു? താൻ ഇത്രയും നാളും പാസ്റ്ററായിരുന്നു. താൻ ഇത്രയും നാളും ദൈവവചനം കേട്ടിട്ടില്ല. പക്ഷെ അനേകർക്ക് താനൊരു ദൈവവചനത്തിലൂടെ ആശ്വാസം പറഞ്ഞു കൊടുത്ത വ്യക്തിയായിരുന്നു. പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഈ ശോധന വന്നപ്പോഴാണ്
തനിക്ക് ഈ വാസ്തവമായിട്ട് ഈ ദൈവസ്വരം കേൾപ്പാൻ ഇടയായത്. സ്തോത്രം. അപ്പം നമ്മൾ ഇത് മറക്കരുത്. ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മളോട് വാസ്തവമായിട്ട് ഇടപെടും. ഏതെങ്കിലും വിഷയം നമ്മൾ ദൈവത്തോട് സംസാരിച്ചാൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. അതൊരു പക്ഷേ ദൈവവചനത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്നതിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വാസ്തവമായിട്ട് നമ്മൾ ദൈവത്തിലൂടെ കേൾക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം എന്ന് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ദാവീദ് പറയുകയാണ്, ശരണം എനിക്ക് വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നതുമില്ല. സ്തോത്രം. അപ്പം ദാവീദ് തന്നെത്താനൊക്കെ പറയുകയാണ്, എൻ്റെ ശരണമൊക്കെ പോയിപ്പോയി എന്ന്. സ്തോത്രം. നമുക്കറിയാം, ഈ ശൗലിനെ പേടിച്ച് ദാവീദ് ഓടുമ്പോൾ 2 ശമൂവേൽ 16 അധ്യായത്തിലേക്ക് നമുക്ക് ഒന്ന് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകാം. 2 ശമൂവേൽ 16 അധ്യായത്തിൽ ദാവീദ് ശൗലിനെ പേടിച്ച് ഓടുകയാണ്. അപ്പോൾ 16-ന്റെ 5-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യം ഞാൻ വായിക്കാം. അപ്പോൾ ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ ശിമൈ എന്നു പേരുള്ള ഒരുവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ട് വരുന്നത് കണ്ടു. സ്തോത്രം. ഇപ്പം ദാവീദിനെ ശപിച്ചും കൊണ്ട് വരികയാണ്. ദാവീദ് ചെയ്ത തെറ്റെന്തുവാ? ദാവീദ് ഇസ്രായേൽ മക്കളെല്ലാം പേടിച്ചിരുന്നൊരു ഗോലിയാത്തിനെ ദാവീദ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ കീഴ്പ്പെടുത്തി അവനെ കൊന്നുകളഞ്ഞു. ഇതാ ദാവീദ് ചെയ്ത തെറ്റ്. അപ്പോൾ കണ്ടിരുന്ന ജനം എന്ത് പറഞ്ഞു? ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഇതിൽ ദാവീദിൽ ഏതെങ്കിലും വിധത്തിൽ ദാവീദിന് കൈയുണ്ടോ? ദാവീദ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ശൗലിനെ പേടിച്ച് ഓടേണ്ട അവസ്ഥ. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുക, 7-ാം വാക്യത്തിൽ പറയുക, ശിമൈ ശപിച്ചും കൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തപാതക നീച പൂ ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു, അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജ്യത്വം നിന്റെ മകനായ അബ്ശാലോമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പം ദാവീദ് തൻ്റെ സ്വന്തം മകനെ പേടിച്ച് ഓടുക. തൻ്റെ സ്വന്തം മകനായ അബ്ശാലോമും പറയാം, എനിക്ക് രാജാവാകണം, നീ മതി, നീ രാജാവായിട്ടിരുന്നത് മതി എന്ന് പറയുക. അപ്പം സ്തോത്രം. അപ്പം ഈ ശരണം പോയ ദാവീദ് ഇപ്പം ഈ ശിമൈ ഇതൊരു അവസരമായിട്ട് കണ്ടിട്ട് എന്താണ്? ദാവീദിനെ ശപിക്കുക. സ്തോത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു പക്ഷേ ഒരു വേള നമ്മൾ മറ്റുള്ളവരെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഒക്കെ നമ്മൾ ഇടയായെന്നിരിക്കും. സ്തോത്രം. ഇതൊന്നും കണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ നമ്മുടെ ദൈവത്തിൽ പ്രത്യാശ മുമ്പോട്ട് ആ പ്രത്യാശയിൽ ഓടുക എന്നുള്ളതാണ്. സ്തോത്രം. ഞാൻ നാട്ടിൽ വെച്ച് ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്മാമയായിട്ട് സംസാരിച്ചപ്പോൾ അമ്മാമ പറഞ്ഞൊരു കാര്യം പണ്ട് പറഞ്ഞ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അമ്മാമ പറയുമായിരുന്നു, മോനെ, മനുഷ്യൻ്റെ മുമ്പിൽ ചിരിച്ചും ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞും ഇങ്ങനെ അങ്ങ് ജീവിക്കുക. എന്തുകൊണ്ട് അമ്മാവ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അമ്മാവ പറഞ്ഞൊരു കാര്യമാണ്, മനുഷ്യൻ്റെ മുമ്പിൽ ചിരിച്ചും ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞും ഇങ്ങനെ ജീവിക്കുന്നത്. അമ്മാമ ഓർത്തഡോക്സ് കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളെപ്പോലെ ബൈബിളൊന്നും അറിയാത്തവരായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ ആ ഒരു കാഴ്ചപ്പാട്. സ്തോത്രം. അപ്പം നമ്മുടെ കഷ്ടതകളിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവസന്നിധി കരയണം. നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ കരയരുത്. മനുഷ്യൻ്റെ മുമ്പിൽ കരഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ല. അവർക്കാർക്കും നമ്മുടെ ഭാരങ്ങളെ വഹിക്കാനോ ചുമക്കുവാനോ ഒരാശ്വാസം പറയുവാനോ പോലും ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞൊന്നും വരത്തില്ല. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാരെ കുറിച്ച് ഇയ്യോബ് പറയുന്നൊരു കാര്യം എന്താ? ഇവർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരെന്നാണ് പറയുന്നത്. സ്തോത്രം. ഇവരെ ആശ്വസിപ്പിക്കാൻ വന്ന് വ്യസനിപ്പിക്കുക. ഞാൻ പറഞ്ഞ ആ ദേവദാസൻ, ക്യാൻസർ പേഷ്യൻ്റായ ദേവദാസൻ തൻ്റെ അനുഭവത്തിലും പറയുക, ചിലവർ രോഗക്കിടക്കയിൽ കാണാൻ വരുമ്പോൾ നമ്മളെ കണ്ട് നിങ്ങൾക്ക് അറിയും, എന്നാൽ ഇവർ വരാതിരിക്കണ്ടായോ? സ്തോത്രം. അപ്പോൾ എന്താ പറയുക, നമ്മൾ വയ്യാത്തൊരാളെ കാണാൻ ചെല്ലുമ്പോൾ അവർക്കൊരു ആശ്വാസമായിരിക്കണം, അല്ലെങ്കിൽ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിക്ക് ആശ്വാസമായിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ശരണം എനിക്ക് പോയി എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് നോക്കാം. ശരണം പോയ വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് ലോകം പറയുന്നത് എന്താണെന്നറിയാമോ? അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. അപ്പം ഈ ലോകം പറയുന്നത് ഇങ്ങനെയാണ്, ഇവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല, ഇവനിങ്ങനെ നടക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം ബുദ്ധിക്ക് ഓടുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപക്ഷെ ലോകം പറയാനിടയാകും. എന്നാൽ സ്തോത്രം, നമ്മൾ ചിന്തിച്ചുകൊള്ളുക, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. ഒരു ചെറിയൊരു വേള നമ്മളെ സ്തോത്രം ദൈവം നമുക്ക് വചനത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ നമ്മളെ ദൈവം ശോധന ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് ഈ ശോധനയുടെ ഒരു കാലമുണ്ട്. ആ കാലമൊക്കെ കഴിഞ്ഞ് ഈ ദാവീദായാലും നാം ഓരോരുത്തരായാലും പുറത്തു വരുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സ്തോത്രം.
സങ്കീർത്തനം 22-7 വാക്യത്തിലും ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. 22-7 സ്തോത്രം. അത് ഇതാ, അപ്പം എന്നെ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുന്നു? എന്നെ പരിഹസിക്കുന്നവർ അതരം മലർത്തി എന്നെ പരിഹസിക്കുന്നു. തല അവർ അതരം മലർത്തി തല കുലുക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാസ്തവമായിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ വിശ്വാസത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴോ, അല്ലെങ്കിൽ അതിനുവേണ്ടി ചില വിലകൾ കൊടുത്തപ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞൊക്കെ ഇതാ പറയുന്നത്. ദാവീദ് എന്താണ് പറയുന്നത്? സങ്കീർത്തനങ്ങൾ നമുക്കൊരു ആശ്വാസമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതമായിട്ട് വളരെ പൊരുത്തപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് എപ്പോഴും ഒരു ആശ്വാസമായിരിക്കുന്നത്. സ്തോത്രം. അപ്പം മനുഷ്യരുടെ നിന്നയെ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട, സ്തോത്രം, എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. സ്തോത്രം. 25-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 25-15 യഹോവെങ്കിലേക്ക്. ആമേൻ. സ്തോത്രം. അപ്പം സ്തോത്രം, ശത്രു നമ്മളെ വലയിൽ അകപ്പെടുത്തിയാലും ഇനിയും നമ്മൾ അറിയാതെ ഒരു കുഴിയിൽ ചാടിയാലും ഒക്കെ എന്താണ്? സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, അവനെൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. അല്ലെങ്കിൽ അവനെന്താണ്? നമ്മളെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തെ കർണക്കുറ്റിക്കടിക്കുന്ന പുരോഹിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പശൂർ പുരോഹിതൻ ഇരമ്യാ പ്രവാചകന്റെ കർണക്കുറ്റിക്കടിക്കും. ശേഷം ഈ ഇരമ്യാ പ്രവാചകനെ എന്ത് ചെയ്യും? ഒരു കുഴിയിലിട്ട് ഇടും. സ്തോത്രം. എന്നാൽ ദൈവം എന്ത് ചെയ്യും? ഈ ഇരമ്യാ പ്രവാചകനെ അവിടെ നിന്നൊക്കെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. എന്തിനാ ഈ ഇരമ്യാ പ്രവാചകൻ ഈ നിന്നയും പീഡയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? വാസ്തവമായും ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തോട് പറഞ്ഞതിനാണ്. ഈ വാസ്തവമായിട്ടും പറയാനില്ല എങ്കിൽ ഈ പറഞ്ഞ നമ്മൾ പശൂർ പുരോഹിതനെ പോലെ നമുക്കിങ്ങനെ അങ്ങ് പോയാൽ മതി. സ്തോത്രം. എന്നാൽ വാസ്തവമായി ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുവാൻ നമ്മൾ മുൻപോട്ട് നിന്നാൽ, സ്തോത്രം, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. സ്തോത്രം. നമുക്ക് അപ്പം 5-ാം ഭാഗത്തിൽ 142-ാം സങ്കീർത്തനം 5-ാം ഭാഗത്തിൽ പറയുകയാണ്, യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ള ദേശത്തിൻ്റെ ഓഹരിയുമാകുന്നു ഞാൻ പറഞ്ഞു. സ്തോത്രം. എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കും. സ്തോത്രം. അപ്പം നമ്മൾ എളിമപ്പെടേണ്ടതായ ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിനുവേണ്ടി ആയിരിക്കാം. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ യൗവനത്തിലോ നമ്മുടെ ആരോഗ്യമുള്ള സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഇദ്ദേഹം ഒത്തിരി വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ഇദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്തു? ഈ PWD കോൺട്രാക്ടറായി, പൈസയായി, ഒത്തിരി അങ്ങ് മുമ്പോട്ട് പോയി താൻ. അപ്പം തൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എന്ത് സംസാരിച്ചാൽ എന്ത് ചെയ്യും? നെഞ്ചത്തിങ്ങനെ അടിക്കും. ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ അടിച്ച് ചില വാക്കുകളൊക്കെ അദ്ദേഹം പറയും. അപ്പം പിന്നത്തേതിൽ എന്ത് സംഭവിച്ചെന്നറിയാം? ഈ 2 എല്ലാം ഒടിഞ്ഞു. ഭാര്യയിൽ 2 എണ്ണം ഒടിഞ്ഞു. എന്നെക്കാളും ചെറുപ്പമാണ്. എന്നെക്കാളും എനിക്കൊന്നൊരു 3-4 വയസ്സുള്ളതാണ്. വീട്ടിലായിരിക്കും. ഇപ്പം വിളിക്കുമ്പോൾ പറയുന്നതെന്നറിയാം, വാവേ, ഞാൻ രാവിലെ എഴുന്നേക്കും, 5 മണിക്ക് എഴുന്നേക്കും, പ്രാർത്ഥിക്കും. ഞാനും ഇടയ്ക്ക് ഇങ്ങനെ വചനമൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. 5 മണിക്ക് എഴുന്നേക്കും, പ്രാർത്ഥിക്കും, ഉച്ചയ്ക്കായിരുന്നു പ്രാർത്ഥിക്കും, പാകരിക്കും. എനിക്കിപ്പോൾ 5000 രൂപ പോലും വേണ്ട ഒരു മാസം ചിലവ് കഴിയാൻ. എന്നൊക്കെ ദൈവം ചിലരെ താഴ്ത്തും, ചിലരെ എളിമപ്പെടുത്തും. സ്തോത്രം. അപ്പോൾ ഈ എളിമപ്പെടുത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മളങ്ങ് താണണം, നമ്മളങ്ങ് എളിമപ്പെട്ടണം. ദൈവത്തോട് മസിൽ പിടിച്ച് നിൽക്കാൻ പോയാൽ എന്ത് ചെയ്യും? അത് വലിയ ബുദ്ധിമുട്ടായിട്ട് കടന്നു വരുവാനിടയാകും എന്നുള്ളൊരു കാര്യമാണ്. സ്തോത്രം. മീകാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. ഈ ഉറപ്പ് നമ്മുടെ ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ നമുക്ക് വേണം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും, ഞാൻ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും എൻ്റെ ദൈവത്തിങ്കിലേക്ക് നോക്കുമെന്നും, ഈ ദൈവം എനിക്ക് ഉത്തരം അരുളുമെന്നും നമുക്ക് ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. സ്തോത്രം. പറയുകയാണ്, എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. സ്തോത്രം. ശരിയായിരിക്കാം, ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമുക്ക് ദൈവസന്നിധിയിൽ വന്നു പോയിരിക്കാം. ഇവിടെ പറയുകയാണ്, വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. അതൊരു ഭക്തന്റെ പ്രത്യാശയാണ്. സ്തോത്രം.
എന്നും ആ വീണെടുത്ത് കിടക്കുവാനല്ല നമുക്ക് നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ആ വീണെടുത്ത് നമ്മൾ എഴുന്നേൽക്കണം. ഒരു പൈതൽ പിച്ച വെച്ച് വളരുന്നത് പോലെ നമ്മൾ എന്താണ് ദൈവസന്നിധിയിൽ അനുദിനം വളരുവാൻ നമുക്ക് സാധിക്കണം. സ്വപ്നം എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. സ്വത്രം. നമുക്കറിയാം, ഈ ദാവീദിന്റെ ജീവിതത്തിലായാലും നമ്മുടെ ജീവിതത്തിലൊക്കെ ആയാലും നമ്മൾ എന്നും നമ്മൾ വെളിച്ചത്തിൽ വസിക്കുന്ന, എന്നും നമ്മൾ സന്തോഷത്തിൽ വസിക്കുന്ന ആ ഒരു അനുഭവങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഒരുപക്ഷെ നമ്മൾ ഇരുട്ടിൻ്റെ സാഹചര്യങ്ങളോടൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നു വന്നിരിക്കാം. എന്നാലും പറയുകയാണ്, ഞാൻ ഇരുട്ടത്തിരുന്നാൽ എന്താണ്? യഹോവ എൻ്റെ വെളിച്ചമാണ്. സ്വത്രം. ഹല്ലേലൂയ. യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളൂ. ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. സ്വത്രം. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. സ്വത്രം. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. സ്വത്രം. ദൈവം എന്നും നമ്മളെ ഇരുട്ടത്തിരുത്തത്തില്ല, എന്നും നമ്മളവൻ്റെ ക്രോധം വഹിക്കേണ്ട. നമ്മളെ ഇതിൽ നിന്നൊക്കെ നമുക്ക് പുറത്തേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ പുറപ്പെടുവിക്കുന്ന, നമ്മൾ ദൈവത്തിൻ്റെ നീതി കണ്ട് സന്തോഷിക്കുന്ന ഒരു സമയം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. എന്നിട്ട് ഇവിടെ പറയുക, 10-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ശത്രു അത് കാണും. സ്വത്രം. ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥ കൊണ്ട് ഒരുപക്ഷെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന ശത്രു, നമ്മൾ മറ്റു മനുഷ്യരെ നമ്മൾ ഇതുമായിട്ട് താരതമ്യം ചെയ്യരുത്. മറ്റു മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ. സ്വത്രം. സ്വത്രം. നമുക്കറിയാം, പിശാച് തന്ത്രങ്ങൾ ഒരുക്കി നമ്മളെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തി നമുക്കെതിരെ, ഇപ്പോൾ ഈ ശിമയി ദാവീദിനെതിരെ സംസാരിച്ചുവെങ്കിൽ അത് ആ ശിമയി സംസാരിച്ചതല്ല. ആ ശിമയിലൂടെ ദാവീദിനെ എന്ത് ചെയ്യാണ്? കൂടുതൽ വേദനപ്പെടുത്തുവാൻ പിശാച് ശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ. അവയോട് പറയുകയാണ്, എൻ്റെ ശത്രു അത് കാണും. സ്വതന്ത്രം. അപ്പം നമ്മളെ ഇന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന, മൂടി വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളൊക്കെ ഇത് കാണും. എൻ്റെ സ്വതന്ത്രം. എൻ്റെ ദൈവമായ യഹോവ എവിടെയെന്ന് എന്നോട് പറഞ്ഞവളെ ലജ്ജ മൂടും. നമുക്കറിയാം, ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് സ്വന്തം ഭാര്യ പോലും പറയുന്നുണ്ടല്ലേ, പോയി ചത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇയ്യോബിനോട്. അപ്പം ഇയ്യോബ് പറയുന്നൊരു കാര്യമുണ്ട്. ഇയ്യോബ് ദൈവത്തിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ നിന്ന് വിളിച്ച് ഉത്തരം ലഭിച്ച് ഞാൻ എൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് പോലും നിന്ദനായി പോയി. അപ്പം ഇയ്യോബ് പറയുക. സ്വതന്ത്രം. അപ്പം ഇവിടെ പറയുകയാണ്, എന്താണ്? നിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് എന്നോട് പറഞ്ഞവളെ ലജ്ജ മൂടും. സ്വതന്ത്രം. അപ്പം അതിൻ്റെ താഴെ പറയുകയാണ്, എൻ്റെ കണ്ണവളെ കണ്ട് രസിക്കുക, അന്ന് അവളെ വീതികളിലെ ചെളി പോലെ ചവിട്ടിക്കളയും. നിന്റെ മതിലുകൾ പണിവാനുള്ള നാൾ വരുന്നു, അന്നാളിൽ നിന്റെ അതിരാകുന്നു പോകും. സ്വത്രം. എന്നും നമ്മൾ മതിലില്ലാത്ത, ആർക്കും കയറാവുന്ന, ഇറങ്ങാവുന്ന ഒരു ഇതായിട്ട് നമ്മൾ കിടക്കത്തില്ല. നമ്മുടെ മതിലുകൾ പണിവാനുള്ള നാളുകൾ വരുന്നു. കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം ദൈവസഭ എന്ന് നമുക്കറിയാം. കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസ ജീവിതവും. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് എന്താണ്? ഒരു മതിൽ ആവശ്യമാണ്. ഈ മതിലിൻ്റെ അകത്ത് നമുക്കായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്വതന്ത്രം. അപ്പം ദൈവം തന്നെ നമ്മുടെ ആ മതിലുകളെ പണിയും. സ്വതന്ത്രം എന്നുള്ളത് നമ്മൾ ഓർത്ത് കൊള്ളുക. അതിൻ്റെ ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഒരു നാമത്തിന് സ്വതന്ത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. സ്വതന്ത്രം. സ്വതന്ത്രം. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കാൻ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്ന് കൂടും. സ്വതന്ത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്താ പറഞ്ഞത്? അവസ്ഥകൾ മാറുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഇന്നത്തെ ഈ ശൂന്യാവസ്ഥകളൊക്കെ എങ്ങനെ മാറിപ്പോകും. ഇന്ന് നമുക്ക് ഒരുപക്ഷെ നമ്മളോട് മിണ്ടാനോ നമ്മളോട് പറയാനൊന്നും ആരും കാണത്തില്ലായിരിക്കും. എന്നാൽ ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? നീതിമാന്മാർ നമ്മുടെ ചുറ്റും വന്നുകൂടും. സ്വത്രം. അത് നമ്മൾ മറന്നു പോകരുത്. സ്വത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വത്രം. ദൈവത്തിൻ്റെ ദുഷ്ടമായ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ആഴ്ചയ്ക്ക് ശേഷം